2018 കേരളത്തെ നടുക്കിയ പ്രളയത്തിന്റെ ഓർമ്മകൾ അതിജീവനത്തിന്റെ പൊതുചരിത്രം കൂടിയാണ്. അതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത വലിയ ദുരന്തത്തിൽ നിന്ന് ഒരു ജനതയെ സർക്കാർ കൈപിടിച്ച് കരകയറ്റിയ ചരിത്രം. മഴയെ സ്നേഹിച്ചിരുന്ന മലയാളികൾക്ക് മുന്നിൽ മഹാപ്രളയം കുത്തിയൊലിച്ചെത്തിയ ദിനം 2018 ഓഗസ്റ്റ് 16. 12 ദിനരാത്രങ്ങൾ കേരളം അതുവരെ കണ്ടിട്ടില്ലാത്ത മഹാപ്രളയത്തിന്റെ പിടിയിലായി. കേരളത്തെ മൊത്തമായും വിഴുങ്ങിയ പ്രളയം നിരവധി പേരുടെ ജീവനെടുത്തു. നഷ്ടങ്ങളുടെ കണക്കുകൾ പൂർണ്ണമായി തിട്ടപ്പെടുത്തുക അസാധ്യമായി മാറി. 55 ലക്ഷം ജനങ്ങളുടെ ജീവിതത്തെ സാരമായി പ്രളയം ബാധിച്ചു. 500ഓളം മനുഷ്യജീവിതങ്ങൾ പൊലിഞ്ഞുപോയി. 15 ലക്ഷത്തിലധികം മനുഷ്യർ ദുരിതാശ്വാസ ക്യാമ്പുകളിലായി. പക്ഷേ വിറങ്ങലിച്ചു നിന്ന മനസ്സുകളെ ഇച്ഛാശക്തിയോടെ ഒരു സർക്കാർ നയിച്ചു. ജനങ്ങൾക്ക് ആത്മവിശ്വാസം നൽകി മുന്നിൽ നിന്ന് നയിക്കുന്ന ഒരു മുഖ്യമന്ത്രിയെ അന്ന് കേരളം കണ്ടു. സമാനതകളില്ലാത്ത രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത് കേരള സർക്കാർ കേരള ജനതയെ ചേർത്തു പിടിച്ചു. ജില്ലാ വകുപ്പുകളെ ഏകോപിപ്പിച്ച് രക്ഷാപ്രവർത്തനങ്ങൾക്ക് വേഗത പകർന്നു. കേന്ദ്രസേനയും പോലീസും ഫയർഫോഴ്സും അടക്കം എല്ലാ സംവിധാനങ്ങളും രക്ഷാദൗത്യം ഏറ്റെടുത്തു. സ്വജീവിതം പോലും തൃണവൽഗണിച്ച് കേരളത്തിന്റെ സ്വന്തം സൈന്യമായ മത്സ്യത്തൊഴിലാളികൾ നടത്തിയ രക്ഷാപ്രവർത്തനങ്ങൾക്ക് താരതമ്യമില്ല. മൊത്തം 40,000 കോടിയോളം രൂപയുടെ നഷ്ടമാണ് കണക്കാക്കപ്പെട്ടത്. കുഞ്ഞുങ്ങളുടെ പുസ്തകം മരുന്ന് അതാണ് ഞാൻ കൊള്ളയിലും വിഷം. പള്ളിക്കൂടം നോക്കുമ്പോൾ ഞങ്ങൾ എല്ലാം കൊണ്ട് കുഞ്ഞുങ്ങളെ പറഞ്ഞു. അതാണ് ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. എന്നാൽ ഇതിനെയൊക്കെ കേരളം ഒറ്റക്കെട്ടായി അതിജീവിച്ചു. പരസ്പരം സഹായഹസ്തങ്ങൾ വിരിച്ചു. ഒരു ജനതയുടെ ഒരുമയായിരുന്നു ആ ദുരന്തത്തെ തോൽപ്പിച്ചത്. ഈ ഒരുമ കണ്ട് ലോകം ഒന്നടങ്കം കേരളത്തെ വാഴ്ത്തി. ദുരന്തങ്ങൾ തുടർക്കഥയാകുമ്പോഴും നാം അതിജീവിക്കുമെന്ന പാഠമാണ് 2018 പ്രളയത്തിന്റെ ബാക്കിപത്രം. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.